നടന്നു പോവുകയാണ്. കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്നൊരു ഫീൽ ഉണ്ട്. ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് പോയ അവിടെ ഇടത് സൈഡിലെ ഒരു യക്ഷി, അദ്ദേഹത്തിന് നമുക്ക് നേരത്തെ പരിചയം. അപ്പം പുള്ളി പറഞ്ഞ്, സാർ എനിക്ക് സാറിന് നല്ല പരിചയം ഉണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥലമൊക്കെ അന്വേഷിക്കുമ്പോൾ അവിടെ നമ്മൾ പോയിട്ടില്ല. ചില സ്വപ്നങ്ങൾ കാണും. ഞാൻ എപ്പോഴെങ്കിലും നടന്നു പോകുമ്പം ഇപ്പം ദേജാവു എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഞാൻ നടന്നു പോവുകയാണ്. കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്നൊരു ഫീൽ ഉണ്ട്. അപ്പം ഞാനിത് നേരത്തെ ഞാൻ എഴുതിയതാണ്. ഈ വാക്ക് ഞാൻ എവിടെയോ എഴുതാൻ എൻ്റെ മെമ്മറി കിടക്കുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ ഈ കാര്യം ചെയ്തു, ഞാൻ ഇന്ന ആളിനെ മീറ്റ് ചെയ്തു, ഇതിന് മുമ്പ് ഇതുപോലെ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നതൊക്കെ തന്നെ. അത് ഞാൻ ഈ ഉദയാമൃതം എന്ന പ്രോഗ്രാം അമൃത തുടങ്ങുന്ന സമയത്ത് ഞാൻ കൺസൾട്ടന്റ് അല്ല, പിന്നീട് എൻ്റെ കൺസൾട്ടന്റായി മാറാം. ഞാൻ അന്ന് അതിൽ ഈ താളിയോലയുടെ ഓരോ പീസ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രധാന അവതാരക എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മോക്ഷന്റെ നമ്മുടെ മോജിതയാണ്. അവർ വളരെ നല്ല നല്ല പെൺകുട്ടിയാണ്. അപ്പോൾ ഒരു ദിവസം ഈവനിങ്ങിലെ ഒരു ഷൂട്ട്. അപ്പം ഞാനാണ് അന്ന് എനിക്ക് ഈ കന്യാകുമാരിയെ കുറിച്ച് വളരെ ധാരണയുള്ളതുകൊണ്ട് അവിടെ നിന്നാണ് ഈ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ പക്ഷേ പല പല കാരണങ്ങളാണ് ഞങ്ങൾ ഈ വെടിമരുന്ന് കോട്ടയിലൊക്കെ പോയപ്പോൾ അവിടെ ഈ കുരങ്ങന്മാരുടെ പ്രശ്നം കാരണം ഷൂട്ട് വൈകി. അപ്പം ഒരു 2-3 എപ്പിസോഡേ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾക്കത് മുതലാവില്ല. ഒരു 10 അംഗ ക്രൂ പോകുന്നതാണ്, വലിയ വാഹനവും സംവിധാനം. അപ്പോൾ ഈ പിന്നെ ഞങ്ങൾ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു. ലൈറ്റ് ഓഫാണ്, ഏതാണ്ട് ലൈറ്റ് ഓഫ്. അപ്പോഴേ ഈ മോജിത എന്നോട് പറഞ്ഞു, ഈ അടുത്ത കാലത്ത് ഒരു ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് വന്നിട്ടുണ്ട്, ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ മോജിത എന്നോട് പറഞ്ഞു, മോജിത എന്നെ വെങ്ങാനൂർ എന്നാണ് വിളിക്കുന്നത്, വെങ്ങാനൂജി നമുക്കൊരു കാര്യമുണ്ട്, ഒരു എപ്പിസോഡിൻ്റെ പിന്നെ കോമ്പിയറിങ് കൂടെ എടുക്കണം, സ്റ്റുഡിയോയിലാണ് എഡിറ്റിങ്, പല സാധനമാണ്. അപ്പം ഞാൻ പറഞ്ഞു, എടുക്കാം, എൻ്റെ കോൺഫിഡൻസിൽ പറയണം, എവിടെ എടുക്കാം? അപ്പം ഞാൻ പറഞ്ഞു, അന്ന് നിസാം എന്തോണം വാഹനം ഓടിക്കും. അപ്പം ഞാൻ നിസാമിനോട് പറഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ട് ഇരിക്കുകയാണ്. ഞാൻ നിസാമിനോട് പറഞ്ഞു, നിസാം പോട്ടെ. അപ്പോൾ ഇത് ഈ പത്മനാഭപുരത്ത് നിന്ന് ഈ മുട്ടയ്ക്കാട് എന്ന് പറയുന്ന അവിടുത്തെ മുട്ടയ്ക്കാട്, ആ മുട്ടയ്ക്കാട് ഭാഗത്തേക്ക് പോകണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കനാൽ കണ്ട് റൈറ്റ് സൈഡിൽ. ഈ കനാലിലൊരു പാലം കണ്ട്. അപ്പം ഞാൻ ആ സ്ഥലത്ത് പോയിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ നിസാമിനോട് പറഞ്ഞു, നിസാമേ ഈ പാലം വഴി റൈറ്റിലോട്ട് വിടാൻ പറഞ്ഞു. അപ്പോൾ ഈ പാലം വഴി പോയാൽ എവിടെ എത്തുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ പാലം ക്രോസ് ചെയ്ത് കയറുന്നുണ്ട്, പക്ഷെ നല്ല വഴിയാണ്, അങ്ങോട്ടെല്ലാം റബ്ബർ തോട്ടമാണ്. അപ്പോൾ ഇത് കുറച്ച് ദൂരം ഇങ്ങനെ പോകുമ്പോൾ ഈ വഴി മുന്നോട്ടും പോകുന്നുണ്ട്, ലെഫ്റ്റിലോട്ട് കുന്ന് സൈഡിലോട്ടും കയറുന്നുണ്ട്. പക്ഷെ ലെഫ്റ്റിലോട്ട് കയറുന്നത് ഈ കുറേ അധികം ലോറികളൊക്കെ കയറിപ്പോയിരിക്കുന്ന ഒരു റോഡായിട്ട് ഫീൽ ചെയ്യും, കാരണം ഈ മുകളിൽ തോട്ടങ്ങളൊക്കെ. അപ്പം മോജിത എന്നോട് ചോദിച്ചു, എങ്ങനെ ഈ ഇങ്ങോട്ട് പോയ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ, ഇങ്ങോട്ട് പോയ അവിടെ ഇടത് സൈഡിലെ ഒരു യക്ഷി തറയുണ്ടെന്ന് പറഞ്ഞു, യക്ഷിത്തറ. കാരണം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നു അവിടെ ഒരു യക്ഷിത്തറ ഉണ്ട്. അവിടെ ഇങ്ങനെ ഒരു മരത്തിൽ തുണിയൊക്കെ കെട്ടിയിരിക്കുന്നു. ചേട്ടാ ഒരിക്കലും പോയിട്ട് ഞാൻ പോയിട്ടില്ല. അല്ലെങ്കിൽ ആ ഭാഗത്തൂടെ ഞാൻ പോയിട്ടുള്ള ഒരാളല്ല, ഒരിക്കലും പോയിട്ടില്ല. അപ്പോൾ അവിടെ ഒരു മരത്തിലൊരു തുണി ഇങ്ങനെ കെട്ടിയിരിക്കുന്നു, അവിടെ ഇങ്ങനെ ഒരു ശൂലം കുത്തി നിർത്തിയിരിക്കുന്നു. ഇത് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, നിസാമെ പോയാൽ മതി. അപ്പം നിസാമാണ് ഇത് ആദ്യം കാണുന്നത്. നിസാം പറഞ്ഞ്, ചേട്ടൻ അതാണോ എന്ന് ചോദിച്ചു. ചേട്ടൻ എന്നല്ല, നിസാമിനെ സാറെന്ന് പറഞ്ഞു. സാർ അതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഉള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതൊരു പാലമരമാണ്. ഈ പാലമരത്തിലെ ഈ തമിഴ്നാട്ടിൽ അറിയാലോ, ഈ മരത്തിൽ പട്ട് കെട്ടുന്നത്. അപ്പൊ ചുവന്ന പട്ടുകൊണ്ട് ഈ ഗ്ലൈസിംഗ് ഉള്ള മഞ്ഞപ്പട്ടുകൊണ്ട് ഇങ്ങനെ കെട്ടിയിരിക്കണം. അപ്പൊ ഇത് ആ ഭാഗത്ത് ചെന്നപ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പൊങ്ങിയ പ്രദേശം ആയതുകൊണ്ട് പടിഞ്ഞാറെ ലൈറ്റ് കുറച്ചുകൂടെ അവിടെ കിട്ടുന്നുണ്ട്. ഇതൊരു കുന്നാണ്, കിഴക്കൻ ഭാഗം കുന്നാണ്. അപ്പം അവിടെ നിർത്തി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ശൂലം കുത്തിയിട്ടുണ്ട് മരത്തിൽ നിന്ന്. അപ്പോൾ അവിടെ ടെമ്പിളൊന്നുമില്ല, ചെറിയ 2-3 പടികൾ അങ്ങനെയൊക്കെയുള്ള സാധനം, ഒരു സാധാരണ സംഭവം. അപ്പോൾ ഈ നമ്മുടെ ഇദ്ദേഹം നിസാമ റോഡിൽ നിർത്തി ഞങ്ങൾ അങ്ങോട്ട് കയറി. അപ്പോൾ അവിടുത്തെ ഒരു വലിയ പ്രത്യേകത, ഞാൻ പറഞ്ഞതല്ല അവിടെ ഉണ്ട്, പക്ഷെ ശൂലം അവിടെ ഇല്ല. പക്ഷെ ശൂലത്തിന് പകരം അവിടെ ഒരു കാഴ്ചയുണ്ട് രാജേഷ്. അവിടെ ഒരു വെട്ടുകത്തി, അറിയാമോ? ഈ തമിഴ്നാട്ടിലെ വെട്ടുകത്തി വെക്കുന്ന വാളല്ല തമ്പുരാന് വെക്കുന്ന വെട്ടുകത്തി, ഖണ്ഡാകർണനൊക്കെ വെക്കുന്ന സമയത്ത് വെട്ടുകത്തി വെക്കുന്നു. അവിടെ ഒരു വെട്ടുകത്തി വെച്ചിട്ടുണ്ട്, അത് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. വെട്ടുകത്തി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അപ്പോഴേ പിന്നെ
ഇത് ഞങ്ങൾ അവിടെ അവരുടെ എന്തോ ഒരു സാധനം കുറച്ച് 2-3 മിനിറ്റിനുള്ള ഒരു സാധനം ചെയ്യണം. കോമ്പിയറിങ് മാത്രമാണ്, പ്രോഗ്രാം വേറെയാണ്. ഇത് ഷൂട്ട് ചെയ്ത് പുറത്തിറങ്ങി. അപ്പം ഇരുള് വന്നു. വണ്ടി അവിടെ തിരിക്കാൻ പ്രയാസമാണ്, കുറച്ച് മുകളിലൊക്കെ പോയി തിരിച്ചു. അപ്പോൾ എന്നോട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മോചിതയോട് പറഞ്ഞു, ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഈ പുതിയ ഫേസ് ടു ഫേസ് കാണുമോ? ഞാൻ പറഞ്ഞു, മോചിത സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ടില്ല ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ ക്യാമറ മനു എന്ന് പറഞ്ഞ് ആ ചേട്ടൻ ഇങ്ങനെ പറയുള്ളൂ എന്ന് പറഞ്ഞു. ചേട്ടൻ എല്ലാ സ്ഥലത്തും പോകും, പക്ഷെ ഒരു സ്ഥലത്തും പോയിട്ടില്ല എന്ന് പറയും. അപ്പം ഞാനിത് തറപ്പിച്ച് മോചിതയോടും ഞാൻ പറഞ്ഞു, മനുവിനോടും പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഭാഗത്ത് വന്നിട്ടില്ല, പക്ഷെ എനിക്കൊരു തോന്നലുണ്ട്, ഇതെന്റെ സിദ്ധിയല്ല, എനിക്ക് 7th സെൻസും 6th സെൻസും ഒന്നുമല്ല ഇത്. പക്ഷെ ഇവിടെ നമുക്ക് എന്തോ ഒരു പൂർവ്വജന്മം എന്നൊന്നും ഞാൻ പറയുന്നില്ല, തിരിച്ചറിയാനായിട്ടുള്ള കണക്ഷൻ, കഴിവല്ല കണക്ഷൻ. അപ്പൊ ഇതുപോലെ ഒരുപാട് കണക്ഷൻസ് നമ്മുടെ ലൈഫിൽ വരാറുണ്ട്. ഇപ്പോൾ രാജേഷിന് അറിയാലോ, ചില ആളുകളെ നമ്മൾ കാണുമ്പോഴേ ഇവരെ നമുക്ക് പരിചയമുണ്ടെന്ന് തോന്നും. ചില ആളുകൾ കുറേ കാലമായിട്ട് നമ്മളോടുണ്ടാവും, സുഹൃത്തുക്കളായിട്ടെല്ലാം ഉണ്ടാവും, ബന്ധുക്കളായിട്ട്. അവരെ നമ്മൾ ലൈഫിൽ ഒരിക്കലും ഉൾക്കൊള്ളില്ല, അവരും നമ്മൾ ഉൾക്കൊള്ളില്ല. ഒരു സംഭവമില്ല. ഈ ചിലർ നമ്മളിപ്പോൾ ബസ് യാത്ര, ഞാൻ ഈ റീസെൻ്റ് ആയിട്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എന്നോടൊരു തമിഴ്നാട്ടുകാരനാണ്, കേരളത്തിലാണ് സംഭവം. അദ്ദേഹം എന്നോടൊരു ബസ് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആ ബസ്സിൻ്റെ സത്യം പറഞ്ഞാൽ ആ ബസ് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ അകത്ത് ചോദിക്കണം. പുള്ളി എന്നോട് എന്നിട്ട് ചോദിച്ചു, സാർ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹം എന്നെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ മേഖലയിലൊക്കെയാണോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ കൗതുകത്തോട് സംസാരിക്കും, അദ്ദേഹത്തിന്റെ ഫാമിലിയെ കുറിച്ച് സംസാരിക്കും. അദ്ദേഹം എനിക്ക് ഫോൺ നമ്പർ തന്നത്. ഇപ്പം ഞങ്ങൾ നിരന്തരമായി വിളിക്കും, ഒരു സംഭവമില്ല. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, പക്ഷെ മംഗലാപുരത്താണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്, ബോർഡറിൽ, നമ്മുടെ കർണാടക ബോർഡറിലാണ്. അപ്പോൾ ഈ അദ്ദേഹത്തിന് നമുക്ക് നേരത്തെ പരിചയം. അപ്പം പുള്ളി പറഞ്ഞ്, സാർ എനിക്ക് സാറിന് നല്ല പരിചയം ഉണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥലമൊക്കെ അന്വേഷിക്കുമ്പോൾ അവിടെ നമ്മൾ പോയിട്ടില്ല, ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തില്ല. അപ്പോൾ ഇത് ഇതിനെയാണ് ഒരു പക്ഷേ നമ്മൾ പാസ്റ്റ് ലൈഫിലോട്ടൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ബന്ധുത്വം. പക്ഷേ രാജേഷ്, ഒരു കാര്യം ഞാൻ എൻ്റെ കൺക്ലൂഷൻ തന്നെ പറയാം, ഇത് വളരെ ബോധത്തിൽ നിന്നുകൊണ്ട് വളരെ വ്യക്തമായ നിരീക്ഷണത്തോടു കൂടി മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ.